നെക്സ്റ്റ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഇട്ടോ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം വീഡിയോസ് വന്നിട്ടില്ല. കുറച്ച് കാലത്തിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഡ്രൈവാണ്. ജസ്റ്റ് വെറുതെ വീട്ടിലിരുന്ന സമയത്ത് ഒരു ഡ്രൈവ് പോവുകയാണ്. ഡ്രൈവ് ചെയ്യുന്ന വാഹനം എന്ന് പറയുന്നത് വാഹന പ്രേമികളുടെ ഒരു സ്വപ്നമായിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും കൂടുതൽ ഡ്രൈവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഡ്രൈവേഴ്സ് വെഹിക്കിൾ എന്ന് പറയാൻ പറ്റുന്ന ഫോർഡിൻ്റെ എൻഡവർ ആണ് ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. താമരശ്ശേരി കോഴിക്കോട് റോഡിലൂടെ നമ്മളിങ്ങനെ ഡ്രൈവ് പോവുകയാണ് കേട്ടോ, ഫോർഡിൻ്റെ എൻഡവർ ഓടിച്ചുകൊണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഈ വണ്ടീനെ കുറിച്ച് പൂർണ്ണമായിട്ടും ഡ്രൈവേഴ്സ് വെഹിക്കിൾ എന്ന് പറയാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ശരിക്കും ഫോർഡിൻ്റെ എൻഡവർ എന്നാണ് എനിക്ക് ഇത് ഓടിച്ച സമയത്ത് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞാൻ സൈഡിലൊന്നും ഇരുന്ന് നോക്കിയിട്ടില്ല, ബാക്ക് സൈഡിലും ഇരുന്ന് നോക്കിയിട്ടില്ല. പക്ഷെ ഓടിക്കുമ്പം ഒരു എന്താ പറയുക, ഒരു രാജാവ് പോകുന്നൊരു ഫീലാണ് ശരിക്കും ഈ വണ്ടീൻ്റെ ഒരു വലുപ്പവും ഒരു നമ്മൾ സീറ്റിംഗ് പൊസിഷനൊക്കെ ആയിക്കഴിഞ്ഞാൽ അപ്പം വ്യൂ, അതായത് റോഡ് വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലാണ്. കാരണം നമുക്കൊരു രാജാവ് പോകുന്ന പോലെ ഒരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫോർഡിൻ്റെ ഈ വണ്ടി ഓടിക്കുമ്പോൾ, എൻഡവർ ഓടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ടും ഡ്രൈവേഴ്സ് വെഹിക്കിൾ എന്ന് പറയാൻ പറ്റും. പിന്നെന്താണ്, ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. 2013 വെഹിക്കിളാണ് കേട്ടോ. ഇപ്പൊ പുതിയ മോഡൽ എൻഡവർ നിന്ന് കുറച്ച് വ്യത്യസ്തമായി കുറച്ച് നീളമുള്ള മോഡലാണ് ശരിക്കും. 2013 ഫോർഡ് എൻഡവറിന്റെ ഈ ഒരു പ്രത്യേകത പറയുന്നത്, വണ്ടി ഇപ്പോൾ കിട്ടാനില്ലല്ലേ, അതിന്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നിർത്തി. ഫോർഡ് ഇവിടെ ഇന്ത്യയിൽ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഫോർഡ് എടുത്തു കളഞ്ഞു. പക്ഷേ സർവീസ് സെന്ററുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നല്ല ട്രാഫിക്കാണ് കേട്ടോ. അപ്പോൾ അസാധ്യ വണ്ടിയാണ് കേട്ടോ, വലിയ വലുപ്പമുള്ളൊരു വണ്ടിയാണ് ശരിക്കും ഫോർഡിൻ്റെ എൻഡവർ എന്ന് പറയുന്നത്. ശരിക്കും ലോങ് ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ അറിയ പോലില്ല. നമ്മൾ എത്ര ലോങ് പോയാലും നമ്മൾ വീട്ടിലിരിക്കുന്ന അതേ അവസ്ഥയിൽ നമുക്ക് യാത്ര പോയിട്ട് വരാമെന്നുള്ളതാണ് ഈ വണ്ടിയുടെ ഈ വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഡ്രൈവിംഗ് കംഫർട്ട് അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. കാരണം നമുക്ക് റോഡിലൂടെ പോകുന്ന സമയത്ത് നമുക്കൊരു ലോറി ഓടിക്കുന്ന ഒരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു കാർ ഓടിക്കുന്ന ഒരു ഫീലിൽ നിന്ന് മാറി ഒരു വലിയൊരു വണ്ടി, ഒരു ലോറി, ഒരു ബസ്, ഇതൊക്കെ ഓടിക്കുന്ന ഒരു ഫീലാണ് ശരിക്കും ഈ വണ്ടി വാഹനം ഓടിക്കുമ്പോൾ ഉള്ള ഒരു ഫീൽ എന്ന് പറയുന്നത്. പിന്നെന്താന്ന് പറയാം, ഡീസലാണ് വണ്ടി. ഒരു വണ്ടി ഹോൺ അടിക്കുന്നു, പോയിക്കോട്ടെ. എന്താണിത്? പൂനെയിലാണുള്ളത്. ഞങ്ങൾ പൂനെയിൽ മനുഷ്യപ്രകൃതിയിലെ ചേരാൻ ഏത് വഴികളിലൂടെയും ഈ വണ്ടി കൊണ്ടുപോകാന്നുള്ളതാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്ന സംഗതി ഏറ്റവും കൂടിയുള്ള ഒരു എഡിഷനാണ് ശരിക്കും പറഞ്ഞാൽ ഫോർഡിൻ്റെ എൻഡവർ എന്ന് പറയുന്ന ഈ ഒരു എഡിഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഏത് ടെറയിലൂടെയും ഏത് കല്ലിൻ്റെ മുകളിലൂടെയും ഏത് പാറക്കല്ലും ഏത് വിഷയമല്ല ഈ വണ്ടിക്ക് എന്നുള്ളതാണ് ഈ വണ്ടിയുടെ മറ്റൊരു പ്രത്യേകത കേട്ടോ. ഏത് കുന്നും മലയും കാര്യങ്ങളൊക്കെ നമുക്ക് കയറി പോകാമെന്നുള്ളതാണ് പറയുന്നത്. അതുമാത്രമല്ല, ഈ വീഡിയോ കാണുന്ന ആളുകൾ വിചാരിക്കരുത് ഞാനൊരു പെർഫെക്റ്റ് ഒരു എന്താ പറയുക, ഒരു ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റൊന്നും അല്ല. എനിക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, എനിക്ക് ഒരു സാധാരണക്കാരൻ്റെ വണ്ടി ഓടിക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത് അത് മാത്രമാണ് ഞാൻ ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ എനിക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല, ഇതിൻ്റെ മറ്റ് ടെക്നിക്കൽ വശങ്ങളൊന്നും അറിയില്ല. ഈ വണ്ടി ഇനി ആരും എടുക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇതിൻ്റെ സെക്കൻഡ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണല്ലേ ചേട്ടാ?
സെക്കൻഡ് ഹാൻഡ് വണ്ടികളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ എടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു വണ്ടി പ്രിഫർ ചെയ്യുന്നത് നന്നായിരിക്കും. ഈ വണ്ടി ഇഷ്ടമുള്ളവർ എന്തായാലും ഈ വണ്ടി പോയി എടുക്കുക എന്നുള്ളതാണ്. 4 വീൽ ഡ്രൈവ് ആണ് അല്ലേ, 4 വീൽ ഡ്രൈവ് ആണ് വണ്ടി. അങ്ങനെ ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിനകത്തുണ്ട്. പ്രധാനമായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ലോങ് ഡ്രൈവ് പോകുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ശരിക്കും എൻഡവർ എന്ന് പറയുന്നത്. അത്രയും സ്പേസ് ആണ്. നമുക്ക് ലഗേജുകളൊക്കെ എത്ര ഉണ്ടെങ്കിലും ഇതിനകത്ത് കയറ്റി നമുക്ക് പോകാമെന്നുള്ള കാര്യമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഒരു ഫാമിലി ആയാലും എന്താ പറയുക, ഒരുപാട് ആളുകൾ, എത്ര ആളുകൾ വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് കൊണ്ടുപോകാം. അതായത് 7 സീറ്റർ ആണെങ്കിൽ കൂടി നമുക്ക് 7 പേരല്ല, അതിൽ കൂടുതൽ ആളുകൾ നമുക്ക് ഇതിനകത്ത് കൊണ്ടുപോകാം. അത്രയും വലിയ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് ശരിക്കും ഫോർഡിൻ്റെ എൻഡവർ 13 എഡിഷൻ എന്ന് പറയുന്നത്. മറ്റേ വണ്ടി, പുതിയ വണ്ടിയുടെ കാര്യമൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഈ വണ്ടി ഇപ്പോൾ എൻ്റെ കൈമിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഈ വണ്ടിനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയാൻ പറ്റുന്നത്. ഓക്കെ, എന്തായാലും അടിപൊളി ഫീലാണ് കേട്ടോ, രക്ഷയില്ല. എൻ്റെ നാട്ടിലുള്ള ഒരു ഭംഗിയുള്ളൊരു സ്ഥലത്താണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് ഞാൻ പറയാം. ഓക്കെ, അങ്ങനെ എൻ്റെ നാട്ടിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്ത് നമ്മൾ അവസാനം എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മളെ ഫോർഡ് എൻഡവർ കൂടെ ഉണ്ട്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുണ്ട്. ഞാൻ ഇതിന് മുന്നേ ഇവിടെ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. ഒരു തവണ ഈ വ്ളോഗ് നിങ്ങൾ കണ്ടതാണ് ഈ സ്ഥലത്തിനെ കുറിച്ചുള്ള. മറ്റെവിടെയുമല്ല, കോഴിക്കോടിൻ്റെ കുട്ടനാട് എന്നറിയപ്പെടുന്ന, അല്ലെ കോഴിക്കോടിൻ്റെ ആലപ്പുഴ, കോഴിക്കോടിലൊരു ആലപ്പുഴ എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം ഒളവപ്പാറയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വന്ന സമയം കുറച്ച് തെറ്റിപ്പോയി, 3:30 മണിയാണ് ഇപ്പോൾ സമയം, വൈകുന്നേരം. അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി ഈ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഭംഗി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭംഗിയാണ്. അസാധ്യ ഭംഗിയാണ്, അടിപൊളിയാണ്. ഇവിടെ തൊട്ടടുത്ത് ഒരു ഹൗസ് ബോട്ടൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. പക്കായിട്ട് ഇവിടെ ഒരു എന്താ പറയുക, ടൂറിസ്റ്റ് സ്പോട്ട് ആവാൻ പോകുന്ന ഒരു സ്ഥലം. അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം കൂടിയാണ് ഒളവപ്പാറ എന്ന് പറയുന്നത്. ആ ഒരു മനോഹരമായിട്ടുള്ള സ്ഥലത്താണ് ഈ എൻഡവർ കൊണ്ടിട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭംഗി കൂടെ, അതിൻ്റെ ഒരു എക്സ്ട്രാ ആ വണ്ടിക്ക് ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ കണ്ടില്ലേ, ഹൗസ് ബോട്ട് കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് പടിപടിയായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഭാഗം, ഈ ഒരു ഏരിയ വികസനത്തിൻ്റെ പാതയിലാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. മലനിരകളും പുഴയും എല്ലാം ചേർന്ന ഒരു ഭംഗിയായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതാണ്ട് അവിടെ മലയിടിച്ച് പൊളിക്കുന്ന ഒരു കാര്യങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ട് കേട്ടോ. അത് നമ്മളെ കുറച്ച് വേദനിപ്പിക്കുന്നുണ്ട്. കാരണം പ്രകൃതിയെ ഒരിക്കലും ആരും ചൂഷണം ചെയ്യാതിരിക്കുക, മലകളും കാര്യങ്ങളൊന്നും ഇടിച്ച് നിരത്താതിരിക്കുക, പുഴ മാലിന്യപ്പെടുത്താതിരിക്കുക, പുഴയിലേക്ക് ചപ്പുചോറുകളും മറ്റും വലിച്ചെറിയാതിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനെ കൂടെ പറയട്ടെ. നമ്മുടെ ഫോർഡ് എൻഡവർ കിടക്കുന്നത് കണ്ട അടിപൊളി. ഇവിടെ നിൽക്കുന്ന എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറഞ്ഞ് അഘോരി ഭക്തനോ അങ്ങനെ എന്തല്ലേ, ഇൻസ്റ്റാഗ്രാമിൽ അഘോരി ഭക്തൻ അടിച്ചാൽ വരും. അഘോരികളുടെ ഒരു ഫാനാണെന്ന് തോന്നുന്നു. ഒരു ബ്രദറാണ്, കസിനാണ്, മിസ്റ്റർ രഞ്ജിത്ത്. ബിസിനസ് കാര്യങ്ങളൊക്കെയാണ് ആയിട്ട് പോകുന്നു. അപ്പം ഞങ്ങൾ 3 പേരാണ് ഈ ഒരു സ്ഥലത്ത് വന്ന് ഒരുപാട് ഈ വണ്ടിയിൽ കറങ്ങി കേട്ടോ. അവസാനം ഞങ്ങൾ എത്തിച്ചേർന്ന ഒരു സ്ഥലമാണ് ഈ ഒളവപ്പാറ എന്ന് പറയുന്നത്. കേരളത്തിലെ മറ്റൊരു ആലപ്പുഴ അല്ലേ, കോഴിക്കോടിലെ ആലപ്പുഴ എന്ന് പറയാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. അതായത് കോഴിക്കോടിൻ്റെ സ്വന്തം സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ഒളവപ്പാറയിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ആരും തന്നെ ഇല്ല. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ വ്ളോഗ് ചെയ്യാൻ ഒക്കെ ഈ സുഖമാണ് കേട്ടോ. ആരും അങ്ങനെ അലമ്പും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഈവനിങ് ആവുന്നുള്ളൂ. ഈവനിങ് ആയി കഴിഞ്ഞാലാണ് ഇവിടെ ആളുകളും കാര്യങ്ങളൊക്കെ വരുന്നത്, വലിയ തിരക്കാവുന്നത്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന സ്ഥലം പോലെയല്ല, വൈകുന്നേരമായി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആളുകളാണ് ഇവിടെ വരുന്നത് കേട്ടോ. പിന്നെ അതുമാത്രമല്ല, ഒരുപാട് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളും കഫ്റ്റീരിയസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പോട്ടാണ് കോഴിക്കോടിലെ ഒളവപ്പാറ എന്ന് പറയുന്നത്. ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാം, ഹൗസ് ബോട്ട് ട്രാവൽ നടത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സ്ഥലത്ത് കാണാൻ പറ്റും. രുചിക്കൂട്ട് എന്നൊക്കെ പറയുന്ന ഒരുപാട് തട്ടുകടകളും റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നല്ല പുഴമീൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒളവപ്പാറയിൽ വരിക. ഓക്കെ, ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ലൊക്കേഷനിൽ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴിക്കോട് നിന്ന് നേരെ ഒളവപ്പാറയിലേക്ക് വന്ന് ഒളവപ്പാറ എൻജോയ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. ഒരുപാട് ആളുകൾ വന്ന് പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഒളവപ്പാറ എന്ന് പറയുന്നത്.
അപ്പം നല്ല ഫോട്ടോസ് എടുക്കാനും കാര്യങ്ങളൊക്കെ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഒളവപ്പാറ. ഓക്കെ, ഞാൻ ഇതിൻ്റെ മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്, വ്ളോഗ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ ചാനലിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട്. ആ ഒരു വീഡിയോയും ഞാൻ എന്തായാലും ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം അതും നിങ്ങൾ കാണുക. ഓക്കെ, കണ്ടില്ലേ നമ്മളെ വണ്ടി ഈ ഒരു പുഴയുടെ അരികെ ഈ ഒരു സ്ഥലത്ത് വന്ന് നിർത്തിയിട്ടിരിക്കുന്നത് കാണാൻ തന്നെ ഒരു ഗംഭീര ഭംഗിയാണ് കേട്ടോ. കണ്ടില്ലേ, വാവ് സൂപ്പർ. അങ്ങ് നോക്കി അവിടെ ഒരു ഹൗസ് ബോട്ട് കാണുന്നുണ്ട്, ഇവിടെ നമ്മുടെ വണ്ടി. അടിപൊളി അല്ലേ, അടിപൊളി അടിപൊളി അടിപൊളി. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒളവപ്പാറ വന്ന സ്ഥിതിക്ക് ഇവിടെ രുചിക്കോട്ട് എന്ന് പറയുന്നൊരു ഹോട്ടലാണത്, ഹോട്ടൽ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എന്തെങ്കിലും കഴിക്കാൻ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഞങ്ങൾ രുചിക്കൂട്ടി വനിതാ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് ഇന്നത്തെ ഫുഡ്. നല്ല പുഴമീൻ കറിയും ഉപ്പേരിയും അച്ചാറും പപ്പടവും ചോറും. ഒളവപ്പാറയിലെ ഒരു മനോഹരമായിട്ടുള്ള സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരു ഹോട്ടലും അതിനോടനുബന്ധിച്ച് ഹൗസ് ബോട്ടും അതിലേക്കുള്ള നടപ്പാതയും ഒക്കെ കൂടി ചേർന്ന ഒരു അടിപൊളി മനോഹരമായ സ്ഥലം. പുൽമേടുകളും അതുപോലെ മലഞ്ചെരിവുകളും മലകളും ഒക്കെ കാണുന്ന ഒരു അടിപൊളി സൺസെറ്റ് നമുക്ക് ഇവിടെ നിന്ന് ഈവനിങ് കാണാൻ പറ്റുന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇതാണ്ട് ഒരു JCB പോകുന്നു, JCB. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു, ചെറിയൊരു വ്ളോഗായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് എൻഡവർ ഓടിച്ചു, ഡ്രൈവ് ചെയ്തു. എൻഡവർ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു, അങ്ങനെ വേണം പറയാൻ. ഓടിച്ചു എന്നല്ല പറയണ്ടേ, എൻഡവർ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെയുള്ളൊരു വാഹനമാണല്ലോ എൻഡവർ. എല്ലാ വാഹനപ്രേമികളുടെയും ഒരു എന്താ പറയുക, ഇഷ്ട വാഹനം എന്ന് പറഞ്ഞാൽ ഡ്രീം വെഹിക്കിൾ എന്ന് പറയാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഫോർഡിൻ്റെ എൻഡവർ എന്ന് പറയുന്ന വാഹനം. അതിൻ്റെ വലിപ്പം കൊണ്ടും അതിൻ്റെ ഡ്രൈവ് ചെയ്യാനുള്ള ആ ഒരു എന്താ പറയുക, ഒരു സുഖം, ആ ഒരു ഈസിനെസ്സിന് കൊണ്ടും ഒക്കെ തന്നെ അതിന് ഒരുപാട് ആരാധകരുള്ള ഒരു വണ്ടിയാണ് ഫോർഡിൻ്റെ എൻഡവർ. അപ്പോൾ അത് ഓടിക്കാൻ പറ്റി, അത് ഓടിച്ചു. അതിനുശേഷം നമ്മൾ എൻ്റെ നാട്ടിലുള്ള ഒളവപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി അവിടെ നമ്മൾ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നു നിങ്ങൾക്ക്. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഒരു ചെറിയ ഭക്ഷണക്കടയിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചു. അതിനുശേഷം നമ്മളെന്ത് ചെയ്ത്, നമ്മളൊന്നും ചെയ്തില്ല, അത് കഴിഞ്ഞു, അവിടെ വ്ളോഗ് തീരുകയാണ്. അപ്പോൾ നമ്മളിപ്പം ഇങ്ങനെ കോഴിക്കോടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പം വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തിക്കാൻ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുകൊണ്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി പൊട്ടിക്കണം, അത് മറന്നു പോരുത്. അപ്പം ഇൻഫോ യാത്രയുടെ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.